CPI സംസ്ഥാന സമ്മേളനം പ്രതിനിധി ചർച്ചയിൽ സംസ്ഥാന നേതൃത്വത്തിന് രൂക്ഷ വിമർശനം. പഴയതുപോലെ സർക്കാരിനെതിരെ വേറിട്ട ശബ്ദമാകാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല. CPI മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് ധനവകുപ്പിൽ നിന്നും പണം വാങ്ങാൻ കഴിയുന്നില്ലെന്നും വിമർശനമുണ്ട്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് സുധീഷ് ഗോപാൽ ഒപ്പം ചേരുന്നു. സുധീഷ്, എന്താണ് വിമർശനമായി ഉയരുന്നത്? കൃഷ്ണന്റെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഇതുവരെയുള്ള ചർച്ചയിൽ വിമർശനമായി വന്നിട്ടുള്ളത്. അതിലൊന്ന്, ഈ സർക്കാരിൽ കൃത്യമായി ഇടപെടാനും അതിലൊരു വേറിട്ട ശബ്ദമായി മാറാനും CPI സംസ്ഥാന നേതൃത്വത്തിന് ആവുന്നില്ല. അതോടൊപ്പം തന്നെ CPIയുടെ മന്ത്രിമാർക്ക് കൃത്യമായി സർക്കാരിൽ നിന്നും പണം അനുവദിക്കുന്നില്ല. എന്നാൽ അത് ചോദിച്ചു വാങ്ങാനും സാധിക്കാത്ത സാഹചര്യമുണ്ട്. അത് വലിയ രീതിയിൽ പഴിയേക്കാൻ നിർബന്ധിതരാക്കുന്നു. അത് പാർട്ടിക്കാണ് അതിന്റെ മാനക്കേടുണ്ടാകുന്നത്. പ്രത്യേകിച്ചും സിവിൽ സപ്ലൈസ് വകുപ്പിനും കൃഷി വകുപ്പിനും മറ്റുമുള്ള സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യമായി സർക്കാരിൽ നിന്നും പണം ലഭിക്കുന്നില്ല. ആ ഒരു കാര്യം കൊണ്ട് തന്നെ കർഷകരുടെയും മറ്റും പഴി വലിയ രീതിയിൽ കേൾക്കേണ്ടി വരുന്നു. ഇതേ സാഹചര്യത്തിൽ ഇത് മന്ത്രിമാർക്ക് തന്നെ വാങ്ങിയെടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ മുന്നണി യോഗങ്ങളിലും മറ്റും കൃത്യമായ ഇടപെടലും കൃത്യമായ നിലപാടും സ്വീകരിക്കാൻ പാർട്ടി നേതൃത്വത്തിന് സാധിക്കണം. അത് ഇനിയെങ്കിലും തുടർന്നുകൊണ്ട് പോകണം എന്നൊരാവശ്യം ഉന്നയിക്കുന്നു. അതേപോലെ തന്നെ പഴയതുപോലെ വേറിട്ട് ശബ്ദമാകാത്തതിന് കാരണം നേതൃത്വത്തിൽ കൂടുതൽ പേരും പ്രായമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ യുവനിരയെ മുന്നോട്ട് കൊണ്ടുവരികയും അവരെ മുൻനിർത്തി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കണം. അത് ഇതുവരെയും അത്തരമൊരു ഇടപെടൽ ഉണ്ടാകാഞ്ഞത് വീഴ്ചയാണ്. അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്ന ആവശ്യവുമാണ് പ്രതിനിധികൾ ഉന്നയിച്ചിട്ടുള്ളത്. കൃഷ്ണരാജ്, അതായത് ഈ രാഷ്ട്രീയ ഉപരിതലത്തിൽ കേൾക്കുന്ന കാര്യമുണ്ട്, എപ്പോഴും CPM-ന് അടിപ്പെട്ട് നിൽക്കുക, വല്യേട്ടൻ മനോഭാവത്തിന് കീഴടങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് CPI എന്ന്. അത് മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല താനും. CK ചന്ദ്രപ്പനായിക്കോട്ടെ, വെളിയം ഭാർഗവനായിക്കോട്ടെ, കൃത്യമായ നിലപാടുകൾ ഉണ്ടായിരുന്നു. അത് പിന്നീട് അങ്ങോട്ട് അലിഞ്ഞില്ലാതായി ഏറാൻ മൂളി നിൽക്കുന്ന ഒരു വിഭാഗമായി അവർ മാറുന്നുവെന്ന് പരക്കെ ഒരു ആൾക്കാർക്കിടയിൽ പരക്കെ ഒരു പ്രതികരണമുണ്ട്. ഇപ്പോൾ അത് കൃത്യമായി ശരിവെക്കുകയാണ് പാർട്ടി തന്നെ, അല്ലേ? തീർച്ചയായും TV തോമസിന്റെ ഇല്ലെങ്കിൽ അതിനുശേഷം അച്യുതമേനോന്റെ ഒക്കെ കാലത്ത് സ്വീകരിച്ചിരുന്ന നിലപാടുകളിൽ നിന്നെല്ലാം പോയി അവസാനം കാലത്തിന്റെ ഒരു തുടക്കത്തിൽ ചെറിയ തോതിൽ ഉണ്ടായിരുന്ന ഒരു നിലപാട് പിന്നീട് അങ്ങോട്ട് ഇല്ലാതെയായി എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തത്. കാരണം അതുപോലെ ഒരു വലിയേട്ടൻ രീതിയിൽ CPM-നെ മുന്നോട്ട് വിട്ടുകൊണ്ട് അതിനടിപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം എന്നത് തന്നെയാണ് പ്രധാനമായും ഉന്നയിച്ചത്. കഴിഞ്ഞ ജില്ലാ സമ്മേളനങ്ങളിലൊക്കെയും 15 ജില്ലാ സമ്മേളനങ്ങളിലും അത്തരം ഒരു ആക്ഷേപം ഉയർന്നു വന്നതുമാണ്. അതിന്റെ തുടർച്ച എന്നോണമുള്ള ചർച്ചകൾ തന്നെയാണ് ഇവിടെ പ്രതിനിധി സമ്മേളനത്തിൽ ഇപ്പോൾ നടക്കുന്നത്, പുരോഗമിക്കുന്നത്. അതിൽ ഗ്രൂപ്പ് ചർച്ചകളിലും മറ്റും നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളും ഇനിയും പ്രതിനിധികളുടെ തുറന്ന ചർച്ചയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും. കൃഷ്ണരാജ്, ശരി. CPI സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി ചർച്ചയിൽ പാർട്ടി നേതൃത്വത്തിന് രൂക്ഷ വിമർശനമാണ്. പണം വാങ്ങിയെടുക്കാൻ മന്ത്രിമാർക്ക് കഴിയുന്നില്ല, നേതൃത്വത്തിന് വേറിട്ട് ശബ്ദമാക്കാൻ കഴിയുന്നില്ല. വലിയ വിമർശനമാണ് ഉന്നയിക്കപ്പെട്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ.